ഏവർക്കും നമസ്കാരം. മറ്റൊരു എൻട്രൻസ് ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. നമുക്കിനി വരാൻ പോകുന്ന കീം എൻട്രൻസ്, അതേപോലെ NDA നാഷണൽ ഡിഫൻസ് അക്കാഡമി, ഇതിലേക്കുള്ള എൻട്രൻസുകളുടെ ക്വസ്റ്റ്യൻസുകൾ എന്ന് പറയുമ്പോൾ ഏകദേശം സിലബസ് ഒക്കെ സെയിം ആണ്, ലെവൽ ഓഫ് ക്വസ്റ്റ്യൻസുകളും സെയിം ആണ്. പിന്നെ ക്വസ്റ്റ്യൻസുകൾ ഡിഫറെന്റ് ആയിരിക്കും. പിന്നെ ഇതിനകത്ത് കുസാറ്റ് ഇത്തിരി കുറച്ച് ക്വസ്റ്റ്യൻസുകൾ ലെവൽ കൂടിയതുമായിരിക്കും. കുസാറ്റിന് അപ്ലൈ ചെയ്യുന്നവരുടെ എണ്ണം താരതമ്യേന കുറവാണ്. പക്ഷെ നമുക്ക് അവിടെ അഡ്മിഷൻ കിട്ടിയാൽ ജോലി സാധ്യത വളരെ നല്ലതുപോലെ ഉണ്ടെന്നുള്ളത് കൊണ്ട് പല കുട്ടികളും അവിടെ പ്രത്യേകം അപ്ലൈ ചെയ്യാറുണ്ട്. അപ്പൊ ഇതിനെല്ലാം നമുക്ക് വേണ്ട നല്ല രണ്ട് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. രണ്ടും ഒരേ കൺസെപ്റ്റിലുള്ള പ്രോബ്ലംസുകളാണ്. ഈ ക്വസ്റ്റ്യൻ ഒക്കെ വായിക്കുമ്പോൾ നമുക്ക് സാധാരണ ചെയ്യാൻ അത്ര ഈസി അല്ല. ഇവിടെയൊക്കെ നമുക്കൊരു പ്രത്യേക രീതിയിൽ കൂടെ ചെയ്യേണ്ട ക്വസ്റ്റ്യൻസ്, അതിനെയാണ് ഞാൻ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത്. ഇപ്പൊ നമ്മുടെ ക്ലാസ് ഉണ്ട്, നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. ഈ ക്ലാസ്സുകളൊക്കെ മനസ്സിലാകുന്നുണ്ടെങ്കിൽ നമുക്ക് എൻട്രൻസ് അല്ലയോ, അപ്പൊ ആ രീതിയിൽ കൂടെ വേണം പഠിക്കാൻ. അല്ല +2 ലെവലിൽ ഒരു നേരിട്ടുള്ള ഒരു ചോദ്യം ചെയ്ത് പഠിക്കുക, അതാണ് നമ്മളവിടെ പഠിച്ചുകൊണ്ടിരുന്നത്. നേരിട്ട് ഒരു വളഞ്ഞ വഴി ഉപയോഗിക്കാതെ നേരിട്ട് വരുന്നൊരു ക്വസ്റ്റ്യനെ നേരിട്ടുള്ള രീതിയിൽ കൂടെ ചെയ്യുന്നു. എൻട്രൻസ് നമ്മൾ അങ്ങനെ ഒരിക്കലും പ്രതീക്ഷിച്ചുകൊണ്ട് പഠിക്കരുത്. പല ക്വസ്റ്റ്യൻസുകളും കൊച്ചു ചോദ്യങ്ങളാണെങ്കിൽ വലുതായിട്ട് ചെയ്യാൻ കാണും, വലിയ ചോദ്യങ്ങൾ ചെറിയ രീതിയിൽ കൂടെ ആയിരിക്കും. ചിലത് ട്രിക്ക് കൂടെ വളരെ സ്പീഡ് ചെയ്യും, പല ടെക്നിക്ക് കൂടെ ചെയ്യും. പല രീതിയിൽ കൂടെയാണ് ഒരു പ്രോബ്ലത്തിനെ നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്നത്. ഇവിടെ ഞാൻ നിങ്ങൾ ചെയ്തിട്ടില്ലാത്തൊരു മെത്തേഡും കൂടിയാണ് പഠിപ്പിക്കാൻ പോകുന്നത്. രണ്ട് ചോദ്യത്തിനും ഒരേ മെത്തേഡ് യൂസ് ചെയ്ത് എങ്ങനെയാണ് അതിനെ സ്പീഡ് ചെയ്യുന്നതാണ് പഠിപ്പിക്കാൻ പോകുന്നത്. നമ്മൾ ഈ ക്വസ്റ്റ്യൻ വായിച്ചു നോക്കിക്കേ. വാട്ട് ഈസ് ദ മാക്സിമം വാല്യൂ ഓഫ് f of x is equal to 1/tan x plus cot x? അപ്പൊ ഈ ക്വസ്റ്റ്യൻ ഇങ്ങനെ ചെയ്യാനുള്ളതിന്റെ റീസൺ നമുക്ക് ആ കൺസെപ്റ്റിലുണ്ട്, അത് വെച്ചുകൊണ്ടാണ് ചെയ്യുന്നത്. ഞാൻ ആദ്യമായിട്ട് ഒരു ചെറിയ റിസൾട്ട് നിങ്ങളൊന്ന് ഓർമ്മിപ്പിക്കുകയാണ്. AM ആൻഡ് GM. എന്താണ് ഈ AM? അരിത്മെറ്റിക് മീൻ. GM നമ്മളിപ്പോ എല്ലാവരും പഠിച്ചിട്ടുണ്ട് +1 സീക്വൻസസ് ആൻഡ് സീരീസ് ജോമെട്രി പ്രൊഫഷൻ. GM ജോമെട്രിക് മീൻ. എന്താണ് അരിത്മെറ്റിക് മീൻ ഓഫ് ടു നമ്പേഴ്സ് A ആൻഡ് B? രണ്ട് നമ്പേഴ്സുകൾ Aയും Bയും എടുത്താൽ അതിന്റെ AM എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ A + B/2 എന്ന് പറഞ്ഞാൽ ആവറേജ്, രണ്ട് നമ്പേഴ്സിന്റെ ആവറേജ്, അതാണ് AM. രണ്ടുകൂടെ കൂട്ടിയിട്ട് അതിന്റെ പകുതി എടുക്കുക, ഹാഫ് എടുക്കുക. GM എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഫോർമുല എന്നുള്ളത് അറിയാമെന്ന് തോന്നുന്നു, √AB. Aയും Bയും രണ്ട് നമ്പേഴ്സ് ആണെങ്കിൽ അതിന്റെ AM എന്ന് പറഞ്ഞാൽ A + B/2, GM എന്ന് പറഞ്ഞാൽ √AB ആണ്. ഇത് തമ്മിലൊരു റിലേഷൻ ഉണ്ട്. ഈ AM ഉം GM ഉം തമ്മിൽ ഒരു റിലേഷൻ ഉണ്ട്. ഈ AM ഈസ് ഓൾവേസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു GM. ഇങ്ങനെ റിലേഷൻ ഉണ്ട് കേട്ടോ. AM ന്റെ വാല്യൂ എപ്പോഴും GM ന്റെ വാല്യൂവിനെക്കാളും കൂടുതലായിരിക്കും. AM ആയിരിക്കും എപ്പോഴും. രണ്ട് നമ്പേഴ്സിനെ എടുത്തു, ആ രണ്ട് നമ്പേഴ്സിന്റെ AM ഉം കണ്ടുപിടിക്കുന്നു, GM ഉം കണ്ടുപിടിക്കുന്നു. പക്ഷെ എപ്പോഴും AM ന്റെ വാല്യൂ ഇത്തിരി കൂടുതലായിരിക്കും GM നെക്കാളും. നമുക്ക് ഒരു എക്സാമ്പിൾ കാണിക്കാം, നോക്കിക്കേ. ഇപ്പൊ 2 and 4 Aയും B ആണെന്ന് വിചാരിക്കുക. കണ്ടല്ലോ, ഈ Aയും Bയും എന്ന് പറഞ്ഞാൽ 2ഉം 4ഉം ആണെങ്കിൽ AM എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് 2 + 4/2 ആണ്. 2 + 4/2 എന്ന് പറയുമ്പോൾ 6/2. ആൻസർ ആരാ? 3. GM എന്ന് പറഞ്ഞാൽ √A × B എന്ന് പറയുമ്പോൾ √2 × 4, ദാറ്റ് ഈസ് √8. നമുക്കറിയാം √8 എന്ന് പറഞ്ഞാൽ ഒരിക്കലും 3 എത്തത്തില്ല. കാരണം √9 വന്നെങ്കിലേ 3 കിട്ടുള്ളൂ. അപ്പൊ √8 എന്ന് പറഞ്ഞാൽ 2 point something ആയിരിക്കും. ശരിയല്ലയോ? അപ്പൊ ആരാ വലുത്? 3 എന്ന് പറഞ്ഞ നമ്പർ നമുക്ക് AM കൂടെ കിട്ടിയത്. GM എന്നുള്ളത് 2 point something ഉണ്ട് കേട്ടോ. 2.7 ഒക്കെ ഉണ്ടെന്ന് വെച്ചോ, കേട്ടല്ലോ. അപ്പൊ ആരാ വലുത്? 3 അല്ലേ വലുത്. 2.7 3 എന്ന് പറഞ്ഞാൽ ആരായിരുന്നു? AM. 2.7 എന്ന് പറഞ്ഞാൽ GM ആയിരുന്നു. അപ്പൊ AM ഈസ് ഓൾവേസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു GM. അതാണ് ആ റിസൾട്ട്. ഞാൻ ഈ കൺസെപ്റ്റ് ആണ് ഈ പ്രോബ്ലത്തിൽ യൂസ് ചെയ്യുന്നത്. നമുക്ക് വേണ്ടത് f of x = 1/tan x plus cot x. ഇതിന്റെ ഏത് വാല്യൂ വേണ്ടത്? മാക്സിമം അല്ലേ? 1/ ഇങ്ങനെ ഒരാള് മാക്സിമം ആകണമെന്നുണ്ടെങ്കിൽ, ഇതിന്റെ ആൻസർ മാക്സിമം ആണെന്നുണ്ടെങ്കിൽ ഈ ഡിനോമിനേറ്റർ എപ്പോഴും മിനിമം ആയിരിക്കണം. അങ്ങനെ കൺസെപ്റ്റ് ശരിയല്ലേ മോനെ? ഡിനോമിനേറ്റർ ചെറുതാവുമ്പോഴില്ലയോ ആ ഫ്രാക്ഷന്റെ ആൻസർ എന്താവുന്നത്? മാക്സിമം. ഒരു എക്സാമ്പിൾ നോക്കാം. 1/2 ഒരു ആൻസർ കിട്ടും, ശരിയല്ലേ? 1/2 എന്ന് പറഞ്ഞാൽ നമുക്ക് 0.5 ആണ്. ഡിനോമിനേറ്റർ ഇപ്പൊ തിരിച്ച് അതുപോലെ 1/5 എന്ന് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് 0.2 ആണ്. ഓക്കെ, 1/5 എന്ന് പറഞ്ഞാൽ 0.2 ആണ്. 1/2 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 0.5. ഇവിടുത്തെ ഡിനോമിനേറ്റർ 5 ആയപ്പോൾ ആൻസർ 0.2 ആണ്. ഈ ഡിനോമിനേറ്റർ പിന്നെ ചെറുതായി കണ്ടോ. ഡിനോമിനേറ്റർ 5 നിന്നും 2 ചേർന്നപ്പോൾ ആൻസർ എന്തായി? വലുതായി, 0.5 ആയി കേട്ടോ. എന്ന് പറഞ്ഞാൽ ഡിനോമിനേറ്റർ കുറയും തോറും 1/യുടെ ആൻസർ കൂടിക്കൊണ്ടേയിരിക്കും. ഡിനോമിനേറ്റർ ചെറുതായിക്കൊണ്ടിരുന്നാൽ അതിന്റെ ആൻസർ കൂടിക്കൊണ്ടേയിരിക്കും. ഓക്കെ,
ഇവിടെ നമുക്കിപ്പോ ടാൻ എക്സിന്റെയും കോട്ടെക്സ് 1/tan x പ്ലസ് കോട്ടെക്സിന്റെ ആൻസർ മാക്സിമം ആകണമെന്നുണ്ടെങ്കിൽ ഈ ഡിനോമിനേറ്റർ ആയ ടാൻ എക്സ് പ്ലസ് കോട്ടെക്സ്, ഈ ടാൻ എക്സ് പ്ലസ് കോട്ടെക്സിന്റെ ആൻസർ എന്താവണം? ഏറ്റവും മിനിമം എത്രയാണോ ആ സമയത്താണ് അതിന് മാക്സിമം കിട്ടുന്നത്. 1/tan x പ്ലസ് കോട്ടെക്സ് മാക്സിമം കിട്ടണമെങ്കിൽ ഡിനോമിനേറ്റർ ആയ ടാൻ എക്സ് പ്ലസ് കോട്ടെക്സിന്റെ ആൻസർ ഏറ്റവും ചെറുതാവണം. ഓക്കെ, ഈ ടാൻ എക്സ് പ്ലസ് കോട്ടെക്സ് ഏറ്റവും ചെറുത് എപ്പോഴാണെന്നുള്ളതാണ് കണ്ടുപിടിക്കേണ്ടത്. നോക്കണം, അതിനു വേണ്ടി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ടാൻ എക്സിനുള്ളിലെ ഈ ടാൻ എക്സിനെ നമ്മൾ എ എന്നും കോട്ടെക്സിനെ ആരെന്നും എടുക്കുന്നു? ബി എന്ന് എടുക്കുന്നു കേട്ടോ. എയും ബിയും ആയിട്ട് ഇവിടെ ചൂസ് ചെയ്തേക്കുന്നത് ടാൻ എക്സും കോട്ടെക്സും ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് അറിയാവുന്ന റിസൾട്ട് ഇപ്പൊ എന്തായിരുന്നു? എ എം ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എത്രയാണ്? ജി എം. ഓക്കെ, അപ്പൊ ഇവിടെ എ എം എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? എ പ്ലസ് ബി ബൈ 2 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു റൂട്ട് ഓഫ് എ ഇൻറ്റു ബി. അതാണ് നമ്മുടെ ഈ റിസൾട്ട് കേട്ടല്ലോ. രണ്ടത് എ എം ഗ്രേറ്റർ ദാൻ ജി എം. ഓക്കെ, എ പ്ലസ് ബി ബൈ 2 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു റൂട്ട് ഓഫ് എ ബി. ഇവിടെ എ പ്ലസ് ബി ബൈ 2 എന്ന് പറയുമ്പോൾ ടാൻ എക്സും കോട്ടെക്സും ആണ് എയും ബിയും. അപ്പൊ നമുക്ക് എന്താ കിട്ടുന്നത്? ഇവിടെ ടാൻ എക്സ് പ്ലസ് കോട്ടെക്സ് ഹോൾ ബൈ 2 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു റൂട്ട് ഓഫ് ടാൻ എക്സ് ഇൻറ്റു കോട്ടെക്സ്. ഇങ്ങനെയാണല്ലോ. എ പ്ലസ് ബി ബൈ 2 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ റൂട്ട് ഓഫ് എ ഇൻറ്റു ബി. ദാറ്റ് ഈസ് ടാൻ എക്സ് പ്ലസ് കോട്ടെക്സ്. റൈസിന്റെ ഒരു പ്രത്യേകതയൊക്കെ എല്ലാവരും കണ്ടുപിടിച്ച് കാണും ഇല്ലയോ? ഇത് റൂട്ട് ഓഫ് 1 ആവും. ടാൻ എക്സ് ഇൻറ്റു കോട്ടെക്സ് എന്ന് പറഞ്ഞാൽ റെസിപ്രോക്കൽ ഫംഗ്ഷൻസ് ആണ്. ഈ കോട്ടെക്സ് എന്ന് പറഞ്ഞാൽ 1/tan x ആകുമ്പോൾ വെട്ടിപ്പോകും. ബാക്കി റൂട്ടിനുള്ളിൽ 1 വന്നു. റൂട്ട് ഓഫ് 1 എത്ര തന്നെ കിട്ടുകയും ചെയ്യും? 1 തന്നെ കിട്ടും. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്താ കിട്ടും നോക്കിക്കേ? ടാൻ എക്സ് പ്ലസ് കോട്ടെക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ 2 × 1 2. ഇതിനർത്ഥം എന്തുവാ? ടാൻ എക്സ് പ്ലസ് കോട്ടെക്സിന്റെ വാല്യൂ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2 എന്ന് പറഞ്ഞാൽ 2 2 അധികമാണ്. 2 2 അധികം എന്ന് പറഞ്ഞാൽ 2-നേക്കാളും കൂടിക്കൊണ്ടിരിക്കണം. ഏറ്റവും ചെറുത് 2 എന്നല്ലേ അർത്ഥം. ഇപ്പൊ ടാൻ എക്സ് പ്ലസ് കോട്ടെക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2 എന്ന് പറയുമ്പോൾ ടാൻ എക്സ് പ്ലസ് കോട്ടെക്സിന്റെ ഏറ്റവും ചെറിയ വാല്യൂ 2 ആണ്. ഓക്കെ, അപ്പൊ മിനിമം വാല്യൂ ഓഫ് ടാൻ എക്സ് പ്ലസ് കോട്ടെക്സ് എത്ര മോനെ? 2 ആണ് കേട്ടോ. 2 ആണ്. അതിന്റെ സമ്മ 2 2 കൂടുതലാണ്. ഏറ്റവും ചെറുത് 2 ആ അല്ലേ? അപ്പൊ മിനിമം വാല്യൂ ഓഫ് ടാൻ എക്സ് പ്ലസ് കോട്ടെക്സ് ഈസ് 2. ആ സമയത്ത് അപ്പൊ ഈ ടാൻ എക്സ് പ്ലസ് കോട്ടെക്സിന്റെ ആൻസർ 2 ആവുമ്പോഴാണ് അതിന് മാക്സിമം കിട്ടുന്നത്. എന്ന് പറഞ്ഞാൽ 1/tan x പ്ലസ് കോട്ടെക്സ് മാക്സിമം ആവണമെങ്കിൽ ടാൻ എക്സ് പ്ലസ് കോട്ടെക്സ് എന്താവണം? മിനിമം. ടാൻ എക്സ് പ്ലസ് കോട്ടെക്സിന്റെ മിനിമം വാല്യൂ എത്രയാണ്? 2. അപ്പൊ ഫൈനൽ ആൻസർ ആരാണ്? 1/2. ഇതാണ് ഫൈനൽ ആൻസർ. മീൻസ് 1/tan x പ്ലസ് കോട്ടെക്സിന്റെ ഏറ്റവും വലിയ വാല്യൂ 1/2 ആയിരിക്കും. ഇതാണ് കേട്ടല്ലോ. അപ്പൊ ഇങ്ങനെ നമ്മളൊന്ന് ഉപയോഗിക്കുക. നമ്മൾ ഇതിനൊക്കെ ഡെറിവേറ്റീവ് മെത്തേഡിൽ കൂടെ പോകും. ഉടനെ ഒന്നുമേ ആൻസർ കിട്ടത്തില്ല. നമ്മൾ സാധാരണ ഈ മാക്സിമം മിനിമം ഒക്കെ പഠിച്ചിരുന്നത് ആപ്ലിക്കേഷൻസ് ഓഫ് ഡെറിവേറ്റീവ്സിനുള്ളിൽ ഫസ്റ്റ് ഡെറിവേറ്റീവ്, സെക്കൻഡ് ഡെറിവേറ്റീവ്, ഫസ്റ്റ് ഡെറിവേറ്റീവ് 0, സെക്കൻഡ് ഡെറിവേറ്റീവിനുള്ളിൽ കൊണ്ട് കൊടുത്ത നെഗറ്റീവ് വാല്യൂ അതൊക്കെ പോയി കഴിഞ്ഞാൽ അറിയാമല്ലോ. ഈ 1 മിനിറ്റിനുള്ളിൽ നമുക്ക് ഇതൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ അവർ എടുത്തേക്കുന്നുണ്ട്. ഈ ടാൻ എക്സും കോട്ടെക്സും കൂടി ഇൻറ്റു ചെയ്താൽ 1 ആയി പോകും. അതാണ് ഈ പ്രോബ്ലത്തിലെ മറ്റൊരു ഹൈലൈറ്റ്. ഇത് നമുക്ക് മനസ്സിലായെങ്കിലേ പറ്റുള്ളൂ. അപ്പൊ ഇതൊരു പ്രാക്ടീസ് ഇല്ലാതെ നമുക്ക് ഒരിക്കലും ഇങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് പഠിക്കാൻ പറ്റില്ല. ഇതാണ് എൻട്രൻസ് പ്രോബ്ലം. അല്ല നമ്മൾ നേരിട്ട് മറ്റെന്തുവാ? നമ്മളെല്ലാം നേരിട്ട് ഒരു മെത്തേഡ് പഠിപ്പിക്കുന്നു. ആ മെത്തേഡിൽ കൂടെ വണ്ടി ഓടിച്ച് അപ്പുറത്ത് കടക്കുന്നു. അതല്ല എൻട്രൻസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നമ്മുടെ സെക്കൻഡ് ക്വസ്റ്റ്യനും അതേപോലെ ഒരെണ്ണമാണ് എടുത്തേക്കുന്നത്. നിങ്ങൾക്ക് ഒന്നുകൂടെ കോൺഫിഡൻസ് കിട്ടും ഈ മെത്തേഡിനെ ഒന്ന് ഉപയോഗിക്കാൻ. ഇഫ് എക്സ് വൈ ഈക്വൽ ടു 4 2 2 5 നല്ലൊരു നമ്പർ ആണ് കേട്ടോ. ഇഫ് എക്സ് ആൻഡ് വൈ ആർ എന്ന നമ്പേഴ്സ് ആണ് റിയൽ നമ്പേഴ്സ്, then minimum value of x plus y. ഇപ്പൊ എക്സ് വൈ ഇസ് ഗിവൺ, എക്സ് ആൻഡ് വൈ ആർ നാച്ചുറൽ നമ്പേഴ്സ്. അങ്ങനെയാണെങ്കിൽ ഏറ്റവും ചെറിയ വാല്യൂ എക്സ് പ്ലസ് വൈയുടെ മിനിമം വാല്യൂ എന്ന് പറഞ്ഞാൽ എക്സ് വൈ രണ്ട് നാച്ചുറൽ നമ്പേഴ്സ് ആണ്. എക്സിന്റെ വൈ എന്ന് പറഞ്ഞ പ്രോഡക്റ്റ് കിട്ടിയത് 4225 ആണെങ്കിൽ ആ നമ്പേഴ്സുകളുടെ സം എത്ര ആയിരിക്കും? ഏറ്റവും മിനിമം വാല്യൂ എത്രയാണെന്ന് കണ്ടുപിടിക്കാം. എക്സ് പ്ലസ് വൈ, എക്സ് വൈ എന്തോ രണ്ട് നമ്പേഴ്സ് നമുക്ക് അറിയത്തില്ല, പക്ഷെ അതിന്റെ പ്രോഡക്റ്റ് നമുക്കറിയാം. അങ്ങനെയാണ് അതിന്റെ സമ്മിലെ ഏറ്റവും മിനിമം വാല്യൂ എത്രയാണ് എന്നാണ്. അപ്പൊ നമ്മൾ ചെയ്യുന്ന മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഇവിടെ എക്സ് ആൻഡ് വൈ ആർ നമ്മളിപ്പോ നാച്ചുറൽ നമ്പേഴ്സ് ആണെന്ന് പറഞ്ഞു. ഇതിനെ നമ്മളിപ്പോ എടുക്കുന്നത് എ ആൻഡ് ബി ഇപ്പൊ പറഞ്ഞ പോലാണ് കേട്ടോ. എന്ന് പറഞ്ഞാൽ എയുടെ വാല്യൂ എക്സും ബിയുടെ വാല്യൂ വൈയും. അങ്ങനെ നമ്മൾ പഠിച്ചേ ഉള്ളൂ. എ എം ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ എത്രയാണ്? ജി എം. ഓക്കെ, അപ്പൊ ഇവിടെ എക്സും വൈയും ആണ് നമ്മുടെ എയും ബിയും എങ്കിൽ എ എം ഓഫ് എക്സ് ആൻഡ് വൈ എന്ന് പറഞ്ഞാൽ എക്സ് പ്ലസ് വൈ ബൈ 2 ഗ്രേറ്റർ ദാൻ ഓർ ജി എം എന്ന് പറഞ്ഞാൽ റൂട്ട് ഓഫ് എക്സ് ഇൻറ്റു വൈ. അപ്പോൾ എക്സ് പ്ലസ് വൈ ബൈ 2 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ റൂട്ട് ഓഫ് എക്സ് വൈ. ഓക്കെ, അവിടെ ദാറ്റ് ഈസ് എക്സ് പ്ലസ് വൈ ബൈ 2 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ റൂട്ട് ഓഫ് എക്സ് വൈ. റൂട്ട് ഓഫ് എക്സ് വൈക്ക് പകരം ഇവിടെ തന്നിട്ടുണ്ട് പോലെ
4, 2, 2, 5. അപ്പോൾ x plus y by 2 greater than or equal root of 4, 2, 2, 5. ഇയാളൊരു കറക്റ്റ് റൂട്ടുള്ള നമ്പർ അവന് 4, 2, 2, 5. 42, 25. ഓക്കെ, അത് 65ന്റെ സ്ക്വയർ ആണ് കേട്ടോ. 4, 2, 2, 5 എന്ന് പറയുന്നത് 65ന്റെ സ്ക്വയർ ആണ്. അപ്പോൾ 4225ന്റെ റൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ എത്ര ആയിരിക്കും എന്നു കിട്ടി. റൂട്ട് ഓഫ് 4, 2, 2, 5 എത്രയാണ്? 65 ആണ് കേട്ടോ. 6 into 7 42 പിന്നെ 25. അങ്ങനെയൊക്കെ നമുക്കറിയാം, റൂട്ടൊക്കെ എടുക്കുന്നത് അറിയാമല്ലോ അല്ലേ. 5 എൻഡ് ചെയ്യുന്ന നമ്പർ ആണെങ്കിൽ 25 എന്നായിരിക്കും ലാസ്റ്റ്. അവനെ അങ്ങ് ബാക്കി ഇട്ടിട്ട് 42 എടുക്കണം. 42 എന്ന് പറഞ്ഞാൽ അടുപ്പിച്ചുള്ള രണ്ട് നമ്പറിന്റെ പ്രോഡക്റ്റ് ആയിരിക്കും. 6 into 7 അതിനകത്ത് ചെറിയ നമ്പറായി 6 എടുക്കുക, 5 ചേർക്കുക, 65. അപ്പൊ x plus y by 2 greater than or 65 or x plus y by 2 greater than 2 into 65 ക്രോസ് ചെയ്തു, or x plus y greater than or equal to 130. പ്രോബ്ലം തീർന്നു. പ്രോബ്ലം തീർന്നാണ് നിങ്ങൾക്ക് തോന്നിയോ? നോക്കിയേ, x plus y greater than or equal to 130 എന്ന് പറയാം എക്സിന്റെയും വൈയുടെയും സമ്മ് 130 അതിൽ കൂടുതലോ ആയിരിക്കും. അപ്പൊ ഏറ്റവും ചെറുത് 130 ഇല്ല, 130 ഇല്ല, 130 അതിലോ വലുതായിരിക്കും. എക്സ് പ്ലസ് വൈ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 130 എന്നാൽ അതിന്റെ സമ്മ് 130 അതിൽ കൂടുതൽ. അപ്പൊ ഏറ്റവും ചെറിയ വാല്യൂ എത്രയാണ്? 130. നമുക്ക് എന്താ വേണ്ടത്? മിനിമം ആണ്. അപ്പൊ മിനിമം വാല്യൂ എത്രയാണ്? 130. ഓക്കെ, ഇതൊക്കെ നമുക്ക് വളരെ ഈസി ആയിട്ട് ഇപ്പൊ ചെയ്യാൻ പറ്റുന്നുണ്ട്. പക്ഷെ ഇങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് അറിയത്തില്ലായിരുന്നു. ഇങ്ങനെ പല ക്വസ്റ്റ്യൻസുകളെയും പല രീതിയിൽ കൂടെ നമ്മൾ കണ്ടിട്ടില്ലാത്തതും നമുക്ക് ചെയ്യാൻ പറ്റുന്നതായിട്ട് ഒത്തിരി മെത്തേഡ്സുകൾ ഒളിച്ചിരിപ്പുണ്ട്. അവരെയൊക്കെ ഉപയോഗിച്ചെങ്കിൽ എൻട്രൻസിന് പറ്റും. അപ്പൊ അങ്ങനെ ഒരു വിശാലമായിട്ട് പഠിക്കാനുള്ളതാണ് എൻട്രൻസ്. നമ്മളെന്ന് പറഞ്ഞാൽ മറ്റേ എല്ലാം എണ്ണി തിട്ടപ്പെടുത്തി ഒരു ചാപ്റ്ററിൽ ഇത്ര ചോദ്യം പഠിച്ചു വന്നില്ലെങ്കിൽ എഴുതത്തില്ല, ക്വസ്റ്റ്യൻ ടഫായി എന്നുള്ള ഒരു രീതി കൂടെ പോയാൽ ഇവിടെ ഒന്നും നമുക്ക് പറ്റില്ല. ഇവരെ നമ്മൾ നന്നായിട്ട് പഠിക്കാൻ ഇറങ്ങി തിരിച്ചാൽ നമുക്ക് ഒത്തിരി കാര്യങ്ങൾ നമുക്ക് കഴിവ് കിട്ടും. ഏത് എൻട്രൻസിനും ഒരുവിധം ചെയ്യാൻ പറ്റും. നമ്മുടെ ക്ലാസ് ഉണ്ട്, നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. മാക്സിമം നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള ക്ലാസ്സുകളും അതിനോടൊപ്പം തന്നെ മെറ്റീരിയൽസും കിട്ടും. ജോയിൻ ചെയ്യാൻ അതോടെ നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. ഓക്കെ, എല്ലാവർക്കും ബെസ്റ്റ് വിഷസ്. ഗുഡ് ബൈ.